ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ചീട്ട് കളിച്ചത് കൊണ്ട് പ്രണയിക്കുന്ന പെണ്ണിനെ കെട്ടാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയിൽ ഇതാണ് പറയുന്നത്. ചീട്ടുകളിച്ച് പണമുണ്ടാക്കിയ ഒറ്റക്കണ്ണൻ പോക്കറുടെയും നാട്ടിലെ പ്രധാനപ്പെട്ട കള്ളനും ഏറ്റവും വലിയ മണ്ടനുമായ മണ്ടൻ മുത്തപ്പായും തമ്മിലുള്ള വഴക്കിന്റെയും കഥ കൂടിയാണിത്. ഒറ്റക്കണ്ണൻ പോക്കറെ വൺ ഐസ് മങ്കി എന്നാണ് ചിലർ വിളിച്ചിരുന്നത്. സ്ഥലം എന്ന് പറയുന്ന ഫിക്ഷണൽ ആയിട്ടുള്ള ഗ്രാമത്തിൽ നടക്കുന്ന ഈ കഥയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് മുച്ചിട്ടുകളിക്കാരനായ ഒറ്റക്കണ്ണൻ പോക്കരും അയാളുടെ മകളായ സൈനബയും കള്ളനും മണ്ടനുമായ മണ്ടൻ മുത്തപ്പായുമാണ്. മുച്ചിട്ടുകളിയിൽ എപ്പോഴും ഒറ്റക്കണ്ണൻ പോക്കർ മാത്രമാണ് വിജയിച്ചിരുന്നത്. ആ നാട്ടിലെ ജനങ്ങൾക്ക് ആർക്കും തന്നെ അതിൽ വിജയിക്കാനോ ഒറ്റക്കണ്ണൻ പോക്കറുടെ പൈസ നേടാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും അതിൽ നിന്നും കാശ് ലഭിച്ചിരുന്ന ആളുകളാണെങ്കിലോ ഒറ്റക്കണ്ണൻ പോക്കറുടെ അപ്രന്റീസുമായിരുന്നു. മണ്ടൻ മുത്തപ്പായ്ക്കാണെങ്കിൽ കള്ളനാണെങ്കിലും തന്റെ ഉയരക്കൂടുതൽ കാരണം മോഷണം വൃത്തിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരാളായിരുന്നു. നാട്ടുകാർക്ക് ഒരു വിലയുമില്ലാതിരുന്ന മണ്ടനായിട്ടുള്ള ആ കള്ളന് ഭക്ഷണവും മറ്റും നൽകി സഹായിച്ചിരുന്നത് സൈനബിയായിരുന്നു. മോഷണത്തെ ഒരു കലയായിട്ടും മോഷ്ടാക്കളെ കലാകാരന്മാരായിട്ടുമാണ് ആ കഥയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. താനൊരു മോഷ്ടാവാണെങ്കിലും സൈനബ ഒരു വാഴക്കുല മോഷ്ടിക്കുന്നത് കാണുമ്പോൾ മണ്ടൻ മുത്തപ്പായ്ക്ക് വിഷമം തോന്നുകയും ഇനി അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് അവളെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവൾ ആ വാഴക്കുല അവിടെയിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഒരു ദിവസം ഒറ്റക്കണ്ണൻ പോക്കർ സൈനബയെയും മണ്ടൻ മുത്തപ്പായെയും തന്റെ വീട്ടിൽ വെച്ച് കാണുകയും അവർ തമ്മിൽ സ്നേഹമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇത് അയാളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അവിടെ വെച്ച് വലിയൊരു വഴക്കുണ്ടാകാൻ ഇത് കാരണമാകുന്നു. തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മണ്ടൻ മുത്തപ്പായോട് ഒറ്റക്കണ്ണൻ പോക്കർ പറയുകയും ചെയ്യുന്നുണ്ട്. താൻ മോഷണം നിർത്തിയെന്നും സൈനബയെ കെട്ടാൻ പോകുകയാണെന്നും മണ്ടൻ മുത്തപ്പ അപ്പോൾ ഒറ്റക്കണ്ണൻ പോക്കറോട് പറയുന്നു. സ്വന്തമായി ഒരു ചായക്കട തുടങ്ങാൻ പൈസ നൽകി സഹായിക്കണമെന്ന് പറയുന്ന അവനോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിക്കുന്നു. പിന്നീട് നാട്ടുകാർ ഇതറിയുകയും എല്ലാവരും ഇതൊരു വലിയ വിഷയമാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുറേയധികം ആളുകൾ മണ്ടൻ മുത്തപ്പായുടെയും ചിലർ ഒറ്റക്കണ്ണൻ പോക്കറുടെയും വശത്താണ് നിൽക്കുന്നത്. എന്നാൽ പിന്നീട് മിക്ക നാട്ടുകാരും ഒറ്റക്കണ്ണൻ പോക്കറെ തള്ളി പറയുകയും മണ്ടൻ മുത്തപ്പായോടൊപ്പം ഈ വിഷയത്തിൽ നിൽക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അവരെല്ലാവരും തന്നെ സൈനബയെ മണ്ടൻ മുത്തപ്പായ്ക്ക് കെട്ടിച്ചു നൽകാനായി ഒറ്റക്കണ്ണൻ പോക്കരോട് പറയുന്നുണ്ട്. എന്നാൽ അയാൾ ഇതൊന്നും കാര്യമാക്കുന്നില്ല. എങ്കിലും ഒരു ദിവസം മണ്ടൻ മുത്തപ്പ സൈനബ കൊടുത്ത 1 രൂപയുമായി ചീട്ട് കളിക്കാൻ ഒറ്റക്കണ്ണൻ പോക്കറുടെ അടുത്തു വരികയും അയാളെ ഞെട്ടിച്ചുകൊണ്ട് അതിൽ നിന്നും പൈസ നേടുകയും ചെയ്യുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിന്ന പോക്കറുടെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും അവൻ ചീട്ട് കളിച്ച് പൈസ നേടുന്നു. ആ കാശുപയോഗിച്ച് അയാൾ സ്വന്തമായി ഒരു ചായക്കട തുടങ്ങുന്നുണ്ട്. മാത്രമല്ല നാട്ടുകാരെല്ലാം മണ്ടൻ മുത്തപ്പായെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് ഒറ്റക്കണ്ണൻ പോക്കർക്ക് വളരെയധികം വിഷമം വാങ്ങുന്നുണ്ട്. അയാൾ തന്റെ മകളായ സൈനബായോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് മണ്ടനായ മുത്തപ്പായ്ക്ക് ചീട്ടുകളിൽ തന്നെ തോൽപ്പിക്കാൻ കഴിയുന്നതെന്ന് ആലോചിച്ചിട്ട് അയാൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ സൈനബ പറയുന്നത് ചീട്ടുകളിയുടെ രഹസ്യങ്ങൾ മണ്ടൻ മുത്തപ്പായ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ്. എന്നാൽ ഇതിനോട് യോജിക്കാൻ ഒറ്റക്കണ്ണൻ പോക്കർക്ക് സാധിക്കുന്നില്ല. ഒരു മണ്ടനായ അവൻ എങ്ങനെയാണ് ചീട്ട് കളിച്ച് വരുമാനമുണ്ടാക്കാൻ കഴിയുന്നതെന്നാണ് പോക്കർക്ക് മനസ്സിലാക്കാത്തത്. പിന്നീട് ഇത് സ്ഥിരമാവുകയും ഒറ്റക്കണ്ണൻ പോക്കറുടെ കയ്യിലെ കാശെല്ലാം തീരുകയും വല്ലാത്തൊരവസ്ഥയിൽ അയാൾ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. കടം മേടിച്ചൊക്കെയാണ് പിന്നീട് ചീട്ട് കളിക്കാനായി ഒറ്റക്കണ്ണൻ പോക്കർ പൈസ ഉണ്ടാക്കുന്നത്. ഒടുവിൽ തന്റെ തോൽവി ഒറ്റക്കണ്ണൻ പോക്കർ സമ്മതിക്കുകയും മണ്ടൻ മുത്തപ്പായോട് ഇനി മുതൽ കളിക്കാൻ വരരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സൈനബയെ കെട്ടിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ചീട്ട് കളിക്കാൻ വരില്ലെന്ന് മണ്ടൻ മുത്തപ്പ അയാളോട് പറയുന്നു. ആദ്യമൊന്നും ഇതിന് സമ്മതിച്ചു കൊടുക്കാനായി ഒറ്റക്കണ്ണൻ പോക്കർക്ക് കഴിയുന്നില്ലെങ്കിലും പിന്നീട് അയാൾ അതിന് സമ്മതിക്കുകയുമാണ് ചെയ്യുന്നത്. കല്യാണത്തിന് ശേഷം അവരോടെല്ലാം പിണങ്ങി നടന്നിരുന്ന ഒറ്റക്കണ്ണൻ പോക്കറെ നാട്ടുകാരെല്ലാവരും പറഞ്ഞു സമ്മതിപ്പിച്ച് സൈനബായോടും മരുമകനോടുമൊപ്പം താമസിപ്പിക്കാനായി വിടുന്നു. എന്നാൽ അപ്പോഴും എങ്ങനെയാണ് മണ്ടനായ മുത്തപ്പായ്ക്ക് തന്നെ ചീട്ടുകളിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞതെന്നുള്ള സന്ദേഹം അയാൾക്കുണ്ട്. ഒടുവിൽ അയാൾ അത് അവനോട് തുറന്നു ചോദിക്കുകയും അപ്പോഴാണ് ആ രഹസ്യം മണ്ടൻ മുത്തപ്പ അയാളോട് പറയുന്നത്.
തനിക്ക് ഏത് ചീട്ടാണ് എടുക്കേണ്ടതെന്നുള്ള വിവരം നേരത്തെ തന്നെ സൈനബ കണ്ടുപിടിക്കുകയും ആ ചീട്ടിൽ ഒരു അടയാളമുണ്ടാക്കുകയും ചെയ്യുന്നു. ആ അടയാളം നോക്കിയാണ് ചീട്ടുകളിയിൽ അയാൾ ഒറ്റക്കണ്ണൻ പോക്കറെ തോൽപ്പിച്ചിരുന്നതെന്ന വിവരം അപ്പോഴാണ് അയാളെ അറിയിക്കുന്നത്. ഇത് കേൾക്കുന്ന ഒറ്റക്കണ്ണൻ പോക്കർ വല്ലാതെ ഞെട്ടിപ്പോകുന്നുണ്ട്. തനിക്കിഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാനായി അവൾ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പെൺമക്കളെ വളർത്തിയിട്ട് കാര്യമില്ലെന്നും അവർ ചതിക്കുമെന്നുമുള്ള രീതിയിലാണ് ഒറ്റക്കണ്ണൻ പോക്കർ പിന്നീട് പറയുന്നത്. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് കഥാകൃത്ത് ഈ കഥ ആരംഭിക്കുന്നത് പോലും. ബഷീറിന്റെ കഥകൾ എപ്പോഴും നമുക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ്. വളരെ സാധാരണയായിട്ടുള്ള ഭാഷയിൽ വായനക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കഥകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. മുച്ചിട്ട് കളിക്കാരന്റെ മകളും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തന്നെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്